കാര്യം മൗനരാഗം ഇതൊരു കൊടും ക്രൂരതയോ? അതെ പ്രേക്ഷകരെ, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നൊടുക്കാൻ, സ്വന്തം പേരക്കിടാവിനെ, സ്വന്തം ചോരയെ കൊന്നൊടുക്കാനുള്ള ആ ഒരു പരാക്രമത്തിൽ തന്നെയാണ് നമ്മുടെ രാഹുൽ. അതേ പ്രേക്ഷകർ, വേറൊന്നുമല്ല, നമ്മുടെ മനുവിന്റെ ചോരയാണ് എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ ആ ഒരു പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വകവരുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ രാഹുലിനെ തന്നെയാവട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വന്തം മോളുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ സ്വന്തം മോളുടെ ജീവൻ അപകടത്തിലാകും എന്നുള്ളൊരു വിചാരം ഒന്നും നമ്മുടെ രാഹുലിനില്ല. രാഹുലിന് എങ്ങനെയും ആ ഒരു കുഞ്ഞിനെ അപകടപ്പെടുത്തണം, വകവരുത്തണം എന്നൊരു ലക്ഷ്യം മാത്രമുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ രൂപയുടെ സഹായം തേടുന്നുണ്ട്. പക്ഷെ രൂപ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ എന്റെ സഹായം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ രാഹുല് രണ്ടും കൽപ്പിച്ച് നമ്മുടെ എന്താ പറയാ സരയുവിനെ നോക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊന്നു തന്നെ, എനിക്ക് ഈ കുഞ്ഞിന് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. സ്വന്തം മോളുടെ കുഞ്ഞിനെ തന്നെയാണ് ഇയാൾ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അപ്പുറത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും ഈ ഒരു കുഞ്ഞിനെ ഈ ഒരു അപകടത്തിൽ നിന്നും നമ്മുടെ രാഹുൽ ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ നടക്കുവാണെന്ന് നമ്മുടെ രൂപ വഴി അവർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കല്യാണിയും കിരണും ആണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ്. അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകരെ, ആ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നമ്മുടെ സരയുവിനെ കൊണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.